മോഹൻലാലിന്റെ L360 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രേക്ഷകർ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. കാരണം ഒരു സാധാരണ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നു. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത്. ഷൺമുഖന് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ മോഹൻലാൽ കഥാപാത്രമായ ഷൺമുഖന്റെ ഭാര്യ എത്തുന്നത് ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. ഇവർക്കൊരു മകൾ കൂടിയുണ്ട്. ആ മകളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിരവധി പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തി. കൂടെ അവർ പറഞ്ഞു വെക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് വൈറലായി കിട്ടിയാൽ മാത്രം മതി, അവസരം നിങ്ങളുടെ കയ്യിലെത്തും, കുറച്ച് ഭംഗി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്നതായിരുന്നു പലരുടെയും കമന്റുകൾ. ഇൻസ്റ്റാഗ്രാമിലെ മികച്ചൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഇപ്പോൾ മോഹൻലാലിന്റെയും ശോഭനയുടെയും മകളായി ഈ സിനിമയിൽ എത്താൻ പോകുന്നത്. സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലെത്തുന്ന L360. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ശോഭന എന്നിവർ ജോഡികളായി ചിത്രത്തിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇവരുടെ മകളായ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയാണ് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ അമൃതവർഷിണി. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്ററായ അമൃതവർഷിണി വിദ്യാർത്ഥിയാണ്. ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃതയ്ക്ക് നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. ചിത്രത്തിൽ അമൃതയുടെ സീനുകൾ ചിത്രീകരണം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെയാണ് L360 അവതരിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ 360ാമത്തെ ചിത്രമാണിത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും എന്നതാണ് സൂചന. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തുടുപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. ആദ്യ ദിനം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ മോഹൻലാലിന്റെ അഭിനയം തന്നെ വിസ്മയിപ്പിച്ചു എന്ന് പറഞ്ഞ് തരുൺമൂർത്തി തന്നെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു. കൂടാതെ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഓടിക്കുന്ന ടാക്സിയുടെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ടാക്സിയുടെ നമ്പർ വരെ പ്രത്യേകം നോട്ടീസ് ചെയ്തിരുന്നു പ്രേക്ഷകർ. അതും ഒരു കൗതുകമാണ് അവർക്കിടയിൽ സൃഷ്ടിച്ചത്. 2255 എന്നത് മോഹൻലാലിന്റെ മാത്രം ഒരു നമ്പറായി മാറിയപ്പോൾ ഇപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്ന ടാക്സി നമ്പർ 4455 എന്നതാണ്. അതും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതൊക്കെ തപ്പി നടക്കുകയാണ് ആരാധകരും. ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ മറുവശത്ത് ഇതേ ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോകൾ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം മോഹൻലാൽ അവിടെ നിന്നും പോയപ്പോൾ അവിടെയുള്ള ഒരു അമ്മുമ്മ മോഹൻലാലിനെ പിടിച്ചിർത്തി സംസാരിച്ച വീഡിയോ ഒക്കെ വലിയ രീതിയിൽ വൈറലായി മാറിയതാണ്. തൊടുപുഴയ്ക്കടുത്ത് ഈസ്റ്റ് കലൂരിലെ ചിത്രീകരണത്തിന്റെ സെറ്റിൽ മോഹൻലാലിനെ കാണാനെത്തിയ ഒരു അമ്മുമ്മയും മോഹൻലാലും സംസാരിക്കുന്ന വീഡിയോ ആണ് വലിയ രീതിയിൽ വൈറലായത്. മോഹൻലാൽ എവിടെയെന്ന് ചോദിക്കുന്ന അമ്മുമ്മയ്ക്ക് കാറിൽ മടങ്ങാൻ ഒരുങ്ങുന്ന മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുകയും മോഹൻലാലും അമ്മുമ്മയും കെട്ടിപ്പിടിക്കുന്നതും പോരുന്നോ എന്റെ കൂടെ എന്ന് അമ്മുമ്മയോട് മോഹൻലാൽ ചോദിക്കുന്നതുമാണ് വീഡിയോയിൽ. ഇതാണോ മോഹൻലാൽ എന്ന അമ്മുമ്മയുടെ ചോദ്യം എല്ലാവരിലും ചിരി പടർത്തുന്നുണ്ട്. അതിനുശേഷം മോഹൻലാൽ ചോദിച്ചു, എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് മോഹൻലാൽ കാറിൽ കയറിപ്പോയത്. എന്തായാലും 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും അഭിനയിക്കുന്നു എന്ന നിലയിൽ തന്നെ ഈ ചിത്രം വലിയ രീതിയിൽ ഹൈപ്പ് നേടിക്കഴിഞ്ഞു. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന പുതുമുഖ താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും. കൂടാതെ ഒരു മികച്ച കണ്ടന്റ് ക്രിയേറ്ററായി മാറിയാൽ ഇങ്ങനെയുള്ള ഗംഭീര അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുമെന്നും പറഞ്ഞുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങളും തുടങ്ങിക്കോ, പോപ്പുലറായാൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഗംഭീര അവസരങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും.